മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് ആര്യ ബഡായി. ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ ശ്രദ്ധ നേടിയ ആര്യ ബിഗ് ബോസിലും എത്തിയിരുന്നു. സിനിമകളിലും അഭിനയിച്ച ആര്യയ്ക്ക് സ്വന്തമായ ഒരു സാരി ബ്രാൻഡുണ്ട്. കാഞ്ചീപുരം എന്നാണ് അതിൻ്റെ പേര്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്രാൻഡുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് ഓൺലൈനിൽ നടന്നിരുന്നു. ആ പ്രശ്നം പിന്നീട് പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ തട്ടിപ്പുകാർ വീണ്ടും എത്തിയെന്നും കസ്റ്റമേഴ്സിന് ശ്രദ്ധ വേണമെന്നും ആര്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ. ആര്യ ഇങ്ങനെയാണ് പറയുന്നത്: തട്ടിപ്പുകാർ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് എല്ലാം ഒന്ന് ഓക്കെയായി വന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ബ്രാൻഡിൻ്റെ ലോഗോ ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ വീഡിയോകൾ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. മിസ്യൂസ് ചെയ്യുകയാണ്. വാട്ടർമാർക്ക് അടക്കമാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലും ശ്രദ്ധിക്കാതെ പല ആൾക്കാരും ഇതിൽ ചെന്ന് വീഴുന്നുമുണ്ട്. അത്യാവശ്യം നല്ല പട്ടുസാരികൾ ഒക്കെ 2000-3000 രൂപ എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാഞ്ചീപുരം എന്ന ഞങ്ങളുടെ പേരിൽ ദിവസേന വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിനൊരു ഫോർമാറ്റുമുണ്ട്. അതിൽ നിന്നും മാറി വീഡിയോകൾ ഇടാറില്ല. വീഡിയോയുടെ നടുക്ക് വില എഡിറ്റ് ചെയ്ത് വയ്ക്കാറില്ല. അതെല്ലാം ഈ തട്ടിപ്പുകാർ നടത്തുന്ന പരിപാടിയാണ്. വീഡിയോ നമ്മുടേത് ആണെങ്കിലും അവർ എഡിറ്റ് ചെയ്യുന്നുണ്ട്. യഥാർത്ഥ പേജ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. കഴിഞ്ഞ തവണ തട്ടിപ്പ് നടന്നപ്പോൾ ഞങ്ങളുടെ പേജ് വെരിഫൈഡ് ചെയ്തിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ മെറ്റ തന്നെ അത് എടുത്തു കളയുകയും ചെയ്തു. വീണ്ടും നോക്കിയിട്ടും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അക്കൗണ്ടിൽ നിന്നും ബ്ലൂ ടിക്ക് പോയത്. വീണ്ടും ആൾക്കാർ ഇതിൽ ചെന്ന് പെടുന്നു എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് തട്ടിപ്പ് നടന്നപ്പോൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തതാണ്. എന്നിട്ടും ഇത് തുടരുന്നുണ്ട്. പ്ലീസ് ശ്രദ്ധയോടെ ഇരിക്കൂ. കുറേ വ്യാജ അക്കൗണ്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിന് മാത്രമല്ല മറ്റു പലർക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഒരേയൊരു പേജ് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആയിരുന്നു ആര്യയുടെ പ്രതികരണം.